ഒന്നാമത്തെ വേദിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരികയാണ്. കാരണം സ്വർണ്ണക്കപ്പടിച്ചിരിക്കുന്നത് കണ്ണൂരിലേക്കാണ്. ഇപ്പോൾ കണ്ണൂരിലെ കുട്ടികൾ, ഒപ്പം തന്നെ രണ്ടാം സ്ഥാനം നേടിയ തൃശ്ശൂരിലെയും കോഴിക്കോട്ടിലെയും ഒക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു ആഘോഷ തിമർപ്പിലേക്ക് ഇനി പോവുകയാണ്. കാരണം ഏകദേശം 1 വർഷത്തോളം നീണ്ടുനിന്ന ഒരു പരിശ്രമം, ആ പരിശ്രമമാണ് ഈ ഒരു 4 ദിവസം നമ്മൾ കണ്ടിട്ടുള്ള കലാപൂരം എന്ന് പറയുന്നത്. അത് 25 വേദികളിലായി രാപ്പകൽ ഭേദമില്ലാതെ ഇപ്പോൾ വിദ്യാർത്ഥികൾ അവർ സ്റ്റേജിൽ കളിക്കുകയാണെങ്കിൽ പുറത്ത് അത്രയേറെ ടെൻഷനോടുകൂടി അവർ നന്നായി കളിക്കണേ എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ഗുരുക്കന്മാരെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, അങ്ങനെ എത്ര മുഖങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അത് നമുക്ക് എണ്ണമറ്റ അത്രയും ആളുകൾ എന്നുള്ളതാണ്. എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക. അത് കലവറയുടെ കാര്യത്തിൽ, പഴയിടത്തിന്റെ കാര്യത്തിൽ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അത് എത്രയും വൃത്തിയായി ഏറ്റവും കൃത്യമായി ചെയ്തു എന്നുള്ളത് തന്നെയാണ് 64ാമത് കലോത്സവത്തെ വേറിട്ടതാക്കുന്നത്. മോഹൻലാലിനെ കാണാൻ ഈ സമാപന സമ്മേളനത്തിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്ക് ഓരോ നിമിഷവും കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. ലാലേട്ടൻ കാണാനാണോ? എവിടുന്നാ? ഞലവടക്കാരി. ഇവിടെ തന്നെ തൃശ്ശൂർ 2ാം സ്ഥാനമാണ് കേട്ടോ കപ്പ്. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. മോഹൻലാലിനെ കാണാൻ ഉള്ളിൽ കയറാൻ പറ്റിയില്ല? ഇല്ല, പറ്റില്ല. നോക്കണം. ഉള്ളു തിരക്ക്. അപ്പോൾ അത്രയേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഒന്നാമത്തെ വേദിയിൽ നിന്നുള്ളത്. ഇനി ഈ ഒരു ചടങ്ങിന് ശേഷം ആ ഒരു ആഘോഷ തിമർപ്പുകൾക്കൊക്കെ അപ്പുറത്ത് ഒരു ഉപചാരം ചൊല്ലിപ്പിരിയുക എന്നുള്ള വലിയ ചടങ്ങ്, അത് തൃശൂർ പൂരത്തിന്റേതാണ്. ആ തൃശൂർ പൂരത്തിന് സമാനമായി തന്നെ അടുത്ത വർഷം മറ്റൊരു ജില്ലയിൽ വെച്ച്, മറ്റൊരു വേദിയിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള ഏറ്റവും പ്രത്യാശയുടെ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥികളും അവർ പിരിയും. അവർ ആ ഒരു വേദനയോടെയും ഒപ്പം തന്നെ ആത്മസംതൃപ്തിയോടെയും അവർ പിരിഞ്ഞു പോകുന്നു. ആ ഒരു വൈകാരികമായ കാഴ്ചയ്ക്ക് കൂടി അപ്പുറം ഈ 64ാമത് സംസ്ഥാന കലോത്സവത്തിന് സമാപനം കുറിക്കപ്പെടുകയും ചെയ്യും. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.